കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ അറസ്റ്റ് ഉടൻ എന്ന് പോലീസ്. കൗൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്നത് അന്വേഷിക്കുമെന്നും ആലുവ റൂറൽ എസ്.പി പറഞ്ഞു. CPM നേതാക്കളിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അപമാനമാണ് എന്ന് കലാരാജുവും വ്യക്തമാക്കി. നിയമപരമായി നേരിടുമെന്ന് CPM പ്രതികരിക്കുമ്പോൾ പോലീസ് അതിക്രമം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു. കൂറുമാറുമെന്ന് ഉറപ്പായതോടെ സ്വന്തം കൗൺസിലറെ തന്നെ തട്ടിക്കൊണ്ടുപോയാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തെ CPM മറികടന്നത്. നേരിട്ടത് അതിക്രൂരമായ അപമാനമെന്ന് ആവർത്തിക്കുകയാണ് CPM കൗൺസിലറായ കലാരാജു. അപ്പം നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പം വന്നിറങ്ങി അപ്പം തന്നെ ഇവർ നമ്മളെ ശരിക്കും മുടിക്കുത്തിന് ചുറ്റിപ്പിടിച്ച് നമ്മളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം. അപ്പം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 45 പേർ പ്രതിയായ കേസിൽ അറസ്റ്റ് വൈകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നും അറസ്റ്റ് ഉടനുണ്ടാകുമെന്നുമാണ് ആലുവ റൂറൽ എസ്.പിയുടെ വിശദീകരണം. പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണത്തെ അന്വേഷിക്കുമെന്ന പ്രതികരണവുമായാണ് റൂറൽ എസ്.പി പ്രതിരോധിക്കുന്നത്. ഈ കേസ് ഉടൻ തന്നെ നമുക്ക് വളരെ കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കുറ്റപത്രം സബ്മിറ്റ് ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് മാക്സിമം പണിഷ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാം ട്രൈ ചെയ്യണം. അതുകൊണ്ടാണോ അത് അന്വേഷിക്കാൻ വേണ്ടി അഡീഷണൽ SP സ്പെഷ്യൽ ബ്രാഞ്ച് DYSPക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ടോ. പിന്നെ ഒരു കേസ് രജിസ്റ്റർ ആയിരുന്നു. ആ കേസിൽ വളരെ കറക്റ്റായിട്ട് നീതി പ്രകാരം നിയമ നടപടി ഉണ്ടാവില്ല. അതേസമയം കലാരാജുവിന് പിന്തുണ ശക്തമാക്കിയ കോൺഗ്രസ് തട്ടിക്കൊണ്ടുപോകലിന് വഴിയൊരുക്കിയത് പോലീസാണെന്ന വിമർശനവുമായി രംഗത്തെത്തി. തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് പരസ്യമായി ഒരു സ്ത്രീയെ അവരുടെ സാരി വലിച്ചഴിച്ചു, അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു, അവരെ എടുത്ത് കാറിലേക്ക് വലിച്ചെറിഞ്ഞു, അവരെ മുഴുവൻ പരിക്കേൽപ്പിച്ച് പാർട്ടി ഓഫീസിൽ തട്ടിക്കൊണ്ടുപോയി അവിശ്വാസ പ്രമേയ ചർച്ച തകർത്തത്. ഇത് കേരളമാണോ? നിയമപരമായ കേസ് നേരിടുമെന്ന നിലപാടിലാണ് CPM. തട്ടിക്കൊണ്ടുപോകലല്ല നടന്നതെന്ന വിചിത്രവാദത്തിനൊപ്പം CPM പാർട്ടി അംഗത്തെ കോൺഗ്രസാണ് തട്ടിക്കൊണ്ടുപോയതെന്നും ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. എന്തിനാണ് കോൺഗ്രസിന്റെ 2 MLA-മാരും DCC പ്രസിഡന്റോട് വന്നത്? അപ്പോൾ കോൺഗ്രസ് മുൻകൂട്ടി കരുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു അട്ടിമറി ശ്രമം പാളിപ്പോയി. അതാണ് വിഷയം. അവർ ക്യാപ്റ്റീവാണ്. അവരെയാണ് യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. കൂത്താട്ടുകുളത്തെ സംഘർഷത്തിൽ അനൂപ് ജേക്കബ് MLA അടക്കമുള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. LDF കൗൺസിലർമാരെ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് 50ഓളം പേർക്കെതിരെ കേസ്. ഇതിലും അറസ്റ്റുണ്ടായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.